നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം NIA അന്വേഷിക്കും. സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് എന്നാണ് സൂചന. നടന്നത് ചാവേർ ആക്രമണമല്ല എന്നാണ് നിഗമനം. വാഹനം ഓടിച്ചയാൾ പരിഭ്രാന്തിയിൽ സ്ഫോടനം ഉണ്ടാക്കുകയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യം നടുങ്ങിയ സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് അന്വേഷണം NIAക്ക് കൈമാറിയത്. സ്ഫോടനമുണ്ടായിടത്ത് NIA ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ പരിശോധന തുടരുകയാണ്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് 6 ജീവനക്കാരെ ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനമോടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ്, ഫരീദാബാദ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ, ഡോക്ടർ ഷഹീൻ തുടങ്ങിയവർ ജോലി ചെയ്തിരുന്നത് ഇവിടെയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ജമാഅത്തുൽ മൊമിനിത്താത്തിന്റെ ചുമതലക്കാരി എന്ന് കരുതുന്ന ഡോക്ടർ ഷഹീന്റെ ലക്നൌവിലെ വസതി കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ്. ഫരീദാബാദ് സംഘത്തിലെ ഡോക്ടർ അദീലുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ പർവേസ് അൻസാരിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉമർ, മുസമിൽ, ആദിൽ എന്നിവർ ജമ്മു കശ്മീരിലെ പുൽവാമ സ്വദേശികളാണ്. അതിനാൽ പുൽവാമ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ നടന്നത് ചാവേർ ആക്രമണം അല്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ബോംബ് പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ആഘാതം പരിമിതപ്പെട്ടു. ഡൽഹിയിലും ഹരിയാനയിലും പുൽവാമയിലും നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതാണ് ആക്രമണം നടത്താൻ പ്രേരണയായത്. ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഉമറിന്റെയും മുസമിലിന്റെയും കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അന്വേഷണ സംഘങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഉമറിന്റെ സുഹൃത്തും ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ആളുമായ ഡോക്ടർ സജാദ് അഹമ്മദ് മാലയെ ജമ്മു കാശ്മീരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണത്തിനായി 500 അംഗ സംഘത്തെ ഡൽഹി പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. ഇതിനിടെ ഫരീദാബാദ് സെക്ടർ 56 നിന്ന് 50 കിലോയിലേറെ സ്ഫോടക വസ്തുക്കളുമായി 2 പേരെ പിടികൂടി. 24 ഡൽഹി. ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ളവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് നിർണായക സുരക്ഷാ യോഗം ചേർന്നു. ഭൂട്ടാനിൽ വച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. കടുത്ത ഹൃദയവേദനയോടെയാണ് താൻ ഭൂട്ടാനിലെത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ഫോടനത്തിന്റെ ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. इस षड्यंत्र की तह तक जाएगी. इसके पीछे के षड्यंत्रकारियों को बख्शा नहीं जाएगा. ഭൂട്ടാന്റെ 4ാമത്തെ രാജാവായ ജിഗ്മേ സിംഗെ വാങ്ചുക്കിന്റെ 70ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയത്. സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വിവരങ്ങൾ ഉടൻ ജനങ്ങളെ അറിയിക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. I want to formally assure the nation that those responsible for this tragedy will be brought to the justice and will not be spared under any circumstances. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗങ്ങൾ ചേർന്നു. ഉന്നത ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസി തലവന്മാരും യോഗത്തിൽ പങ്കെടുത്തു. നാളെ വൈകിട്ട് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരും. രാഷ്ട്രപതി ദ്രൗപദി മുർമു അമിത്ഷായെ വിളിച്ച് വിവരങ്ങൾ തേടി. സ്ഫോടനത്തെ വിവിധ ലോകരാജ്യങ്ങൾ അപലപിച്ചു. 24 ഡൽഹി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും സ്ഫോടനം. ഇസ്ലാമാബാദ് ജില്ലാ കോടതിക്ക് സമീപം എത്തിയ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മരണസംഖ്യ 12ആയി. 20 പേർക്ക് പരിക്ക്. പാകിസ്ഥാനിലെ താലിബാൻ സംഘടനയായ തെഹ്രീക് താലിബാനാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തി. സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാനി താലിബാൻ സംഘടനയായ തെഹ്രീക് താലിബാൻ തങ്ങളുടെ സായുധ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന ഖൈബർ പഖ്തൂൻഖ്വ പ്രവിശ്യയിലെ കാഡറ്റ് കോളേജിലേക്ക് ആക്രമണം നടത്തിയതും ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആരോപണം. ഇസ്ലാമാബാദിലെ ജില്ലാ കോടതിയും സെഷൻസ് കോടതികളും ഉൾപ്പെടുന്ന സമുച്ചയത്തിന് പുറത്താണ് ഉച്ചയ്ക്ക് സ്ഫോടനം നടന്നത്. മരണസംഖ്യ ഇതിനോടകം 12ആയി. സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ സംഘടനയായ തെഹ്രീക് താലിബാൻ ആണ് എന്നാണ് പാകിസ്ഥാൻ പോലീസിന്റെ നിഗമനം. ഒരു ചാവേറും മറ്റ് 5 പേരും അടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനുമായി തുടരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് സ്ഫോടനം നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന തെളിവുകളൊന്നും പുറത്തുവിടാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24.
ശബരിമല കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസു റിമാൻഡിൽ. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, സ്വർണ്ണക്കവർച്ച തുടങ്ങി റിമാൻഡ് റിപ്പോർട്ടിൽ എൻ വാസുവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. ഒന്നും പറയാനില്ലെന്ന് എൻ വാസു പ്രതികരിച്ചു. പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ എൻ വാസുവിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാസുവിനായി SIT പിന്നീട് റാന്നി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. വാസുവിനെതിരെ SIT കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി. ഇതര പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് ഇതുവഴി അന്യായ ലാഭവും ഉണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടെന്ന് SIT കോടതിയിൽ പറഞ്ഞു. മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴിയാണ് എൻ വാസുവിനെ കുടുക്കിയത്. ഒന്നും പറയാനില്ലെന്ന് കോടതിയിൽ നിന്നിറങ്ങവേ എൻ വാസു മാധ്യമങ്ങളോട്. അതേസമയം എൻ വാസുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. ഇത് പിന്നീട് കോടതി പരിഗണിക്കും. 24 പത്തനംതിട്ട. കാസർഗോഡ് തളങ്കരയിൽ കിണറ്റിൽ വീണ വയോധികനെ രക്ഷിക്കാനിറങ്ങിയ ആളും കിണറ്റിൽ കുടുങ്ങി. ഇരുവരെയും അഗ്നിരക്ഷാസേന രക്ഷിച്ചു. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ, ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. തളങ്കര പള്ളിക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം. 15 കോൽ ആഴവും 10 അടി വെള്ളവുമുള്ള ആൾമറയിൽ ഉള്ളതായ കിണറ്റിലാണ് ഈ നെല്ലിക്കുന്ന് സ്വദേശിയായ TM മുനീർ ഉൾപ്പെട്ടത്. 74 വയസ്സായിരുന്നു അദ്ദേഹത്തെ. തുടർന്ന് ആളുകളൊക്കെ തന്നെ ഓടിക്കൂടി. ആ സമയത്താണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ലുക്മാൻ ഈ കിണറ്റിലേക്ക് ഇറങ്ങുകയും പിന്നീട് കയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത് മുനീറിനെ വെള്ളത്തിൽ താണുപോകാതിരിക്കാൻ ഈ ചവിട്ടുപടിയിൽ നിർത്തിയിരിക്കുകയായിരുന്നു ലുക്മാൻ. ഉടൻ തന്നെ അഗ്നിശമന സേന സ്ഥലത്തെത്തിയാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. മുനീറിന്റെ ആരോഗ്യനില, അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലുക്മാന് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും ഇല്ല. എന്തായാലും രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഉന്മേഷ്. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും കനത്ത പോളിംഗ്. 68.79% പോളിംഗ് ശതമാനം ഉയർന്നത് ജയസാധ്യത വർദ്ധിപ്പിച്ചതായി ഇരു മുന്നണികളും അവകാശപ്പെടുന്നു. ഒന്നാം ഘട്ടത്തിന്റെ തനി ആവർത്തനം രണ്ടാം ഘട്ട വോട്ടിംഗിലും ഗ്രാമീണ മേഖലകളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതാണ് പോളിംഗ് ശതമാനം ഉയരാൻ കാരണം. സ്ത്രീ വോട്ടർമാർ ഇത്തവണയും വോട്ടെടുപ്പിൽ സജീവമായി പങ്കെടുത്തു. അരാരിയിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് വോട്ടിംഗ് നടന്നത്. സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളിൽ 5 മണിയോടെ പോളിംഗ് അവസാനിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് അകാരണമായി പേരുവെട്ടിയെന്ന് പൂർണിയയിലെ പ്രാൺപട്ടിയിലുള്ള നാട്ടുകാർ ആരോപിച്ചു. 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ശതമാനം ഉയർന്നത് സർക്കാർ അനുകൂല തരംഗമാണെന്ന് BJP അവകാശപ്പെട്ടു. മാറ്റത്തിന്റെ കാറ്റെന്ന് RJD. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. 24 പട്ന. രാജ്യം ഉറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം അധികാരം നിലനിർത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും BJP JDU സഖ്യത്തിനാണ് വിജയം പ്രവചിക്കുന്നത്. ബീഹാറിൽ NDA സഖ്യം വൻ ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. 130 മുതൽ 209 സീറ്റുകൾ വരെ NDA നേടുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനം. മഹാസഖ്യത്തിന് 32 മുതൽ 108 വരെ സീറ്റുകളും പ്രവചിക്കുന്നു. മാട്രിക്സ് IANS എക്സിറ്റ് പോളിൽ NDAയ്ക്ക് 147 മുതൽ 167 വരെ സീറ്റുകളാണ് പറയുന്നത്. BJPക്ക് 65 മുതൽ 73 വരെയും JDUവിന് 67 മുതൽ 75 വരെയും സീറ്റാണ് പ്രവചിക്കുന്നത്. മഹാസഖ്യത്തിന് 70 മുതൽ 90 വരെ സീറ്റാണ് മാട്രിക്സിന്റെ പ്രവചനം. RJDക്ക് 53 മുതൽ 58 വരെയും കോൺഗ്രസിന് 12 സീറ്റ് വരെയും ഇടത് പാർട്ടികൾക്ക് 14 സീറ്റ് വരെയും മാട്രിക്സ് IANS എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. പോൾസ് ഡയറിയാണ് NDA സഖ്യത്തിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നത്. 209 വരെ സീറ്റ് നേടുമെന്നാണ് പ്രവചനം. ചാണക്യയാണ് മഹാസഖ്യം 130 മുകളിൽ സീറ്റ് നേടുമെന്ന് പറയുന്ന ഏക എക്സിറ്റ് പോൾ. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് 5 സീറ്റ് വരെയും ചിരാഗ് പാസ്വാന്റെ LJPക്ക് 19 സീറ്റ് വരെയും മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച ഇടത് പാർട്ടികൾക്ക് 19 സീറ്റ് വരെയും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക് 24.
PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് വൈകുന്നത് മുന്നണി നേതൃത്വത്തിൽ ഉന്നയിക്കാൻ CPI. കത്ത് വൈകുന്നത് മനഃപൂർവ്വമാണെങ്കിൽ ഇടപെടൽ നടത്താനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. കത്തയക്കാൻ തീരുമാനിച്ച് 2 ആഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് നീക്കം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ നേട്ടം ഉറപ്പുവരുത്തണമെന്നും CPI തീരുമാനിച്ചു. വാർഡ് പുനർനിർണയത്തിൽ വർദ്ധിച്ച സീറ്റുകളിൽ ആനുപാതിക വർധന, ജില്ലകളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ആവശ്യപ്പെടും. ഇക്കാര്യം CPIയും നേതൃത്വത്തോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. ഇതനുസരിച്ച് ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. PV അൻവറിനെയും CK ജാനുവിനെയും UDFിൽ എടുക്കുന്നതിൽ തീരുമാനം പിന്നീട്. പ്രാദേശികമായി ചർച്ച ആവശ്യമെന്ന UDF യോഗത്തിൽ അഭിപ്രായമുയർന്നു. ചർച്ചകൾക്ക് ശേഷം അടുത്ത UDF യോഗം വിഷയം പരിഗണിക്കും. സലീം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലീം, ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനം യോഗത്തിന്റെ? ഉന്മേഷ്, ഈ വിഷയത്തിൽ യോഗത്തിൽ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇരു പാർട്ടികളെയും UDFിലേക്ക് എടുക്കണമെന്ന ആവശ്യമുയർത്തിയത്. അത് സംബന്ധിച്ച റിപ്പോർട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നത്തെ UDF യോഗത്തിൽ വെച്ചു. PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ഈ 2 പാർട്ടികളും UDFിനെ സമീപിച്ചിട്ടുണ്ട്. അവരെ ഈ മുന്നണിയിലെടുക്കുന്നതിൽ തീരുമാനം വേണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ നിലപാട്. അത് വിശദമായ ചർച്ചകൾക്ക്, പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം തീരുമാനമാവാം എന്നുള്ളതാണ് UDF യോഗത്തിന്റെ പൊതു അഭിപ്രായമായി മാറിയത്. അങ്ങനെ പ്രാദേശിക തലത്തിലും ഓരോ പാർട്ടികളും വ്യത്യസ്തമായും ചർച്ച നടത്തിയതിനു ശേഷം അടുത്ത UDF യോഗത്തിൽ ഈ വിഷയത്തിലെ ചർച്ചയിലെ നിലപാട് അറിയിക്കും. അതിനുശേഷം അടുത്ത യോഗത്തിൽ തന്നെയാവും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനവും ഉണ്ടാവുക. അതിനിടയിൽ ഇന്ന് പ്രധാനമായും ചർച്ചയായത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിൽ കോൺഗ്രസ് അല്ലാത്ത ഘടകകക്ഷികൾ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകളിൽ തൽസ്ഥിതി തുടരാൻ തീരുമാനമായിട്ടുണ്ട്. ഒരു സീറ്റുകളും നിലവിൽ മറ്റ് പാർട്ടികൾ, മുന്നണിയിലുള്ള മറ്റ് ഘടകകക്ഷികൾ മത്സരിച്ച ഒരു സീറ്റും കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതില്ലെന്ന തീരുമാനവും ഇന്നത്തെ UDF യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതോടെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. മൈജിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേക്ക് മിക്സിംഗ് പരിപാടി സംഘടിപ്പിച്ചു. മിക്സിംഗ് ഓഫ് ഹാപ്പിനെസ് വിത്ത് മൈജി എന്ന പേരിൽ കോഴിക്കോട് തൊണ്ടയാട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സിനിമാ താരം ആനി ഷാജി കൈലാസ്, പാർവതി ബാബു എന്നിവർ മുഖ്യാതിഥികളായി. മൈജി ചെയർമാൻ AK ഷാജി, ഡയറക്ടർ ഹാജിറ ഷാജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അമ്മ തന്നെ തന്ന ഓപ്പർച്യൂണിറ്റിയാണ് പല ഇവന്റ്സിലായിട്ട് ഒരു കേക്ക് മിക്സിംഗ്. അപ്പം അത് എന്നാൽ കഴിയുന്ന ഒരു 100% അതിലേക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരുടെ സന്തോഷത്തിൽ നമുക്കും ഒരു സന്തോഷം വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമല്ലേ. സന്തോഷം എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം, നിറവുണ്ടാവുക. അത് തന്നെ എനിക്കും തമ്പുരാൻ എനിക്ക് ആ ഒരു ബ്ലെസ്സിങ് തന്നാല് ദൈവത്തോട്. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.